വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് 4th ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാനിങ്ങിലെ പ്ലാനിങ് പ്രോസസ്സാണ്. ഈ ചാപ്റ്ററിൽ എന്തായിരുന്നു പ്ലാനിങ്ങും അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും ലിമിറ്റേഷൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന ടോപ്പിക്കാണ് പ്ലാനിങ് പ്രോസസ്സ്. എന്താണ് പ്ലാനിങ് ഓർമ്മയില്ലേ? എന്തായിരുന്നു? പ്ലാനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് തിങ്കിങ് ഇൻ അഡ്വാൻസ്, വാട്ട് ഈസ് ടു ബി ഡൺ, വെൻ ഇറ്റ് ഈസ് ടു ബി ഡൺ, ഹൗ ഇറ്റ് ഈസ് ടു ബി ഡൺ ആൻഡ് ബൈ ഹും ഇറ്റ് ഷുഡ് ബി ഡൺ. എന്താണ് പ്ലാനിങ്? അതെ, പ്ലാനിങ് എന്ന് പറയുന്നൊരു തിങ്കിങ് പ്രോസസ്സാണ്. നമ്മളൊരു ഫ്യൂച്ചറിസ്റ്റിക് ആണത്, ഫോർവേഡ് ലുക്കിംഗ് ആണ്. നമ്മളിനി വരാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ളൊരു തിങ്കിങ് ആണ്. വാട്ട് ഈസ് ടു ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, ആരിലൂടെ ചെയ്യണം, ആരാണത് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടിയിട്ട് തീരുമാനിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. പ്ലാനിങ് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ, ക്രിയേറ്റീവ് തിങ്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഉപരി പ്ലാനിങ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മാനേജീരിയൽ ഫങ്ഷനാണ്. മാനേജീരിയൽ ഫങ്ഷനായിരുന്നു പ്ലാനിങ്. മറ്റെല്ലാ മാനേജീരിയൽ ഫങ്ഷൻസിൻ്റെയും ബേസിക് യൂണിറ്റായിട്ട് പ്ലാനിങ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഈ പ്രോസസ്സ് എന്ന് പറയുന്നതും സ്റ്റെപ്സ് എന്ന് പറയുന്നതും ഫേസസ് ഇതെല്ലാം സെയിം ആണ്. ഇതിനെല്ലാം ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ തെറ്റിക്കാൻ പാടില്ല നമ്മൾ എഴുതുമ്പോൾ. അതായത് ഇപ്പോൾ ആദ്യം ഒരു കുട്ടി നടന്നു, അതിനുശേഷം ജനിച്ചു, അങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടി ആദ്യം ജനിച്ചതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ നമ്മൾ പഠിക്കണം. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ്, നമ്മളിപ്പോൾ പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കുമ്പോൾ അതിൽ പോയിന്റുകൾ, ആദ്യത്തെ പോയിന്റ് അവസാനം എഴുതാം, അവസാനത്തെ പോയിന്റ് ആദ്യം എഴുതാം, എങ്ങനെ വേണമെങ്കിലും പോയിന്റ് എഴുതാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എല്ലാത്തിൻ്റെ പ്രോസസ്സാണെങ്കിലും പഠിക്കുമ്പോൾ അതിൻ്റേതായ ഓർഡർ ഉണ്ട്. അത് തെറ്റിച്ച് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ എഴുതണം. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിന് ഒരു 7 പോയിന്റുകളുണ്ട്. ഈ ഓർഡർ അത് തെറ്റിക്കാതെ തന്നെ പഠിക്കണം. ആദ്യത്തെ ഏതായിരുന്നു? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് ഡെവലപ്പിംഗ് പ്രെമിസസ്. മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നാലാമത്തത് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. അഞ്ചാമത്തത് ഏതായിരുന്നു? സെലക്ടിംഗ് ആൻഡ് ഓൾട്ടർനേറ്റീവ്. ആറാമത്തത് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. ഏഴാമത്തത് ഫോളോ അപ്പ് ആക്ഷൻ. ഇനി നമുക്ക് പ്ലാനിങ് പ്രോസസ്സിലെ ഓരോ പ്രോസസ്സിൻ്റെ ഓരോ പോയിന്റും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഏതായിരുന്നു? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് ഈസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, അതിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയീസിനും ഓരോ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ എല്ലാ ഒബ്ജക്റ്റീവ്സും അച്ചീവ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷൻ്റെ എൻ്റയർ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാം ആണ് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതിൽ ഇത്ര 100-ലാണെങ്കിൽ ഇത്ര മാർക്ക് കിട്ടണം, 90-ന് മുകളിൽ മാർക്ക് കിട്ടണം, എനിക്ക് ഫുൾ A+ കിട്ടണം. ഇതൊക്കെ ആയിരിക്കും ചിലവരുടെ ഒബ്ജക്റ്റീവ്സ്. അങ്ങനെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. ഡെവലപ്പിംഗ് പ്രെമിസസ്. പ്ലാനിങ് ഈസ് ബേസ്ഡ് ഓൺ സെർട്ടൻ അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ദീസ് അസംഷൻസ് ആർ കോൾഡ് പ്ലാനിങ് പ്രെമിസസ്. പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു അസംഷൻസ് ആണ്. നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ളൊരു അസംഷൻ, സങ്കല്പമാണ് ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്. അതായത് ഇപ്പോൾ അടുത്ത ആഴ്ച എക്സാം ആണെങ്കിൽ 2 ദിവസം, ഇനി വരുന്ന 2 ദിവസം ഒഴിവാണ്, അപ്പോൾ എനിക്ക് ഫ്രീ ആണ്, ഞാൻ ഫ്രീ ആവും എന്നൊരു അസംഷൻ, സങ്കല്പം. ഭാവിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോൾ ഒരു അസംഷൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഈ അസംഷൻസ് എന്താണ്? ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മൾ മുന്നോട്ട് ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർകാസ്റ്റിംഗ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഇൻ ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്. പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുകയാണെങ്കിൽ അസംഷൻസ് സെറ്റ് ചെയ്യുന്നതിനെയാണ്, അസംഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അതാണ് പ്ലാനിങ്ങിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്തായിരുന്നു? ഡെവലപ്പിംഗ് പ്രെമിസസ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, പ്ലാനിങ്ങിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ നോക്കാം.
എന്താണ്? ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. നമ്മൾ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, നമ്മൾ ഒരു ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് മൂന്നാമത്തത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിരിക്കും അവർ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഏതൊക്കെ ഉണ്ടായിരിക്കും? നമുക്ക് എങ്ങനെയൊക്കെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും? ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ പിന്നെ എങ്ങനെ പറ്റും? അഡ്വർടൈസിങ് കൊടുത്തുകൊണ്ട് പറ്റും. പിന്നെ പ്രോഡക്റ്റിൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിനെ കുറച്ച് എന്തെങ്കിലും ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ എന്താ? ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഈ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിന് എങ്ങനെയൊക്കെ ഫീച്ചേഴ്സ്, ഇപ്പോൾ മൊബൈൽ ഫോണുകൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ പിടിച്ച് നിൽക്കണമെങ്കിൽ ഓരോരോ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ അവർ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിപ്പോൾ എക്സാമിൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയും ഓൾട്ടർനേറ്റീവ് ചോയ്സസ്? നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാലാവും ചിലവർക്ക് വേഗം മനസ്സിലാവുക. മറിച്ച് ചിലവർക്ക് കമ്പൈൻ സ്റ്റഡി, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് പഠിക്കുക, അങ്ങനെ ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലോ. അത് ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാണ് മൂന്നാമത്തെ സ്റ്റേജിൽ. ഇനി നാലാമത്തെ സ്റ്റേജിൽ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്നുള്ളത് കണ്ടെത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കോസ്റ്റ് കുറച്ചിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടണം, കോസ്റ്റ് മാക്സിമം കുറച്ച് ബെനിഫിറ്റ് കിട്ടണ രീതിയിൽ. ഇപ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അഡ്വർടൈസിങ് കൊണ്ടുവരിക. അപ്പോൾ അഡ്വർടൈസിങ് ആകുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒരുപാട് ചിലവുണ്ട്, ആ ചിലവിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കില്ലല്ലോ. നമുക്ക് ലാഭം വേണമല്ലോ. നമ്മൾ ഒരു സംഭവം ചിലവാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലാഭം നമുക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് അതൊരു സ്യൂട്ടബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഇപ്പോൾ എക്സാമിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് കോഴ്സസ് നമ്മൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ എന്താ? നമുക്ക് വല്ല ഡൗട്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോട് ചോദിക്കാനൊന്നും ആരും എടുത്തിട്ടുണ്ടാവില്ല. ഇനി കമ്പൈൻ സ്റ്റഡി ആണെങ്കിലോ, നമുക്ക് അവിടെ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പേരിന് പോവുകയും ചെയ്യും. അവിടെ നിന്ന് വർത്താനം പറയുകയാണെങ്കിൽ നമുക്ക് കാര്യം നടക്കില്ല. അപ്പോൾ ഓരോന്നിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഇത് പ്ലാനിങ് പ്രോസസ്സിൻ്റെ നാലാമത്തെ സ്റ്റേജാണ്. ഇനി പ്ലാനിങ് പ്രോസസ്സിൻ്റെ അഞ്ചാമത്തെ സ്റ്റേജ് എഴുതാൻ നോക്കാം. സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. നമ്മളിപ്പോൾ ആദ്യം ഓൾട്ടർനേറ്റീവ് ഐഡൻറ്റിഫൈ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നോക്കിയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബെസ്റ്റ് ഏതാ, ആ ഓൾട്ടർനേറ്റീവിലെ ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഫിഫ്ത്ത്, സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ആഫ്റ്റർ ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്, the managers will select the alternative which give maximum benefit at minimum cost. മിനിമം കോസ്റ്റിൽ, വളരെ ചുരുങ്ങിയ ചിലവിൽ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഏത് ഓൾട്ടർനേറ്റീവാണ്, ഏത് ടെക്നിക്കാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഫിഫ്ത്ത്. അത് കഴിഞ്ഞിട്ട് ആറാമത്തതാണ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻ മീൻസ് പുട്ടിംഗ് plans into action so as to achieve the objectives of the business. നമ്മൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. മാനേജർ ഫങ്ഷൻസിൻ്റെ ബാക്കിയുള്ള എല്ലാതും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്ര എംപ്ലോയീസ് വേണം, ഈ എംപ്ലോയീസിന് എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് വേണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണ് നമ്മൾ സ്യൂട്ടാവുക, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതാണ് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാനിൽ പറയണത്. മറ്റുള്ള എല്ലാ മാനേജർ ഫങ്ഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. സ്റ്റാഫിംഗ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാത്തിൻ്റെ ഒരു ബേസിക് യൂണിറ്റായിട്ട് പ്ലാനിങ് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കാരണവും അതാണ്. ഇനി പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫോളോ അപ്പ് ആക്ഷൻ. ഇതിൽ പറയുന്നത് നമ്മൾ പ്ലാനിങ് ആറാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അത് നല്ലപോലെ നടക്കുന്നില്ലേ, നല്ലപോലെ അത് മുന്നോട്ട് പോകുന്നില്ലേ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യുക. പ്ലാൻസ് ആർ ടു ബി ഇവാലുവേറ്റഡ് റെഗുലർലി ടു ചെക്ക് വെദർ ദേ ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ഷെഡ്യൂൾ.
അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്ത പ്ലാൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം. ഇത്രയാണ് നമ്മൾ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വൺ, രണ്ടാമത്തത് എന്തായിരുന്നു? ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രെമിസസ്, പിന്നെ മൂന്നാമത്തത് ഐഡൻറ്റിഫൈ ഓൾട്ടർനേറ്റീവ്സ്. പിന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? അതിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫോളോ അപ്പ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്പുകളാണുള്ളത് പ്ലാനിങ്ങിൻ്റെ. താങ്ക് യു.